നാൾ തോറും നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയിരിക്കുകയാണ്. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി, എല്ലാ ആത്മീക ഭൗതിക നന്മകൾക്കായി നന്ദി പറയുവാൻ ദൈവം ഒരവസരം കൂടി ഇന്നത്തെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. നിങ്ങൾ നന്ദിയില്ലാത്തവരായി തീരരുത്. ഹല്ലേലൂയ. സങ്കീർത്തൻ പ്രതി എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. ഒന്നും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് എന്താണ് നന്മയെന്നൊക്കെ ഓർത്താലും നാം ചിലപ്പോൾ ഓർക്കും മറ്റുള്ളവരെയൊക്കെ ദൈവം ആ ഭൗതികമായിരിക്കുന്ന ചില അനുഗ്രഹം കണ്ട് അവരെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചില്ല, എനിക്കൊന്നും തന്നില്ല എന്ന് തോന്നിയാലും അല്പസമയ സമാധാനത്തോടു ഇരുന്ന് ചിന്തിച്ചാൽ ഓരോ ദിവസവും എത്രമാത്രം നന്മകളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നതെന്ന് ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ, അതിന് തക്ക മഹത്വവും നന്ദിയും ദൈവസന്നിധിയിൽ കൊടുക്കുവാനുമായി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഞങ്ങൾ ഈ പകൽക്കാലവും അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, എൻ്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തും, എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടുവിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവേ, യഹോവ ശാലോം, ഞങ്ങളുടെ സമാധാനമായിട്ട് കർത്താവേ അങ്ങായിരിക്കാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച, ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന യഹോവ ഷമ്മയായിരിക്കാൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ഞങ്ങൾക്കായി കരുതുന്ന, ഞങ്ങളെ ഓരോ സങ്കട സമയങ്ങളിലും ഞങ്ങളെ കാണുന്ന യഹോവ ഈരേക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച, യഹോവ റാഫ, ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിനായി സ്തോത്രം. യഹോവ റോഹി, നല്ല ഇടയനായി ഞങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിലും സ്വസ്ഥതയുള്ള ജലാശയങ്ങളിലേക്കും ഒക്കെ അവിടെ നിന്ന് നടത്തുന്നതിനായി നന്ദി കർത്താവെ. നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പച്ച, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഇങ്ങനെയെല്ലാം കർത്താവ് അപ്പോൾ തന്നെ വെളിപ്പെടുത്തി അങ്ങയുടെ നാമങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ അനുഭവിക്കുവാൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന്. ഹല്ലേലൂയ കർത്താവെ, അങ്ങനെ ഒരു ഭാഗ്യ പദവിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുവാൻ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി കർത്താവെ, ആ സ്വഭാവം ഞങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ, ദൈവിക സൗഖ്യം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. യഹോവ മഖദേശ്, ഞങ്ങളുടെ നീതിയായിരിക്കുന്ന ദൈവം, യഹോവ സിക്കനൂർ, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവം, അതെല്ലാം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ദേഹി ആത്മാവിൽ കർത്താവേ ദിവസങ്ങളിൽ ഒരു പുതുക്കം പ്രാപിക്കുവാൻ, ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ഞങ്ങൾ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, കർത്താവിന് പ്രസാദം എന്തെന്ന് തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങൾ ചിന്തിക്കുന്നത്, ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ തലമുറകൾക്കായി തീരുമാനമെടുക്കുന്നത് അത് ദൈവത്തിൻ്റെ പൂർണ്ണഹിതമാണോ, അതോ ഞങ്ങളുടെ ഹിതത്തിലേക്ക് ദൈവത്തെ വിളിച്ചിറക്കി കർത്താവെ ദൈവത്തെ നിർബന്ധിച്ച് അതിനെ സാധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ ദൈവഹിതമല്ലാത്ത, പൂർണ്ണഹിതമല്ലാത്തതിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണോ എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവഹിതം പലപ്പോഴും ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിലും, അതിനായി കർത്താവെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും, അതിൽ ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ പ്രൊവിഷനും ഉള്ളതിനായി സ്തോത്രം. ചില വിഷയങ്ങളിൽ കർത്താവെ വേഗത്തിൽ മറുപടി കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാലും അവിടെ നിന്ന് വയ്ക്കുന്ന സമയത്തേക്ക് അതിനായി കാത്തിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കർത്താവെ അങ്ങയുടെ ദൈവമേ മഞ്ഞിനാലും മഴയാലും പരിശുദ്ധാത്മാവിനാലും വചനത്താലും ഞങ്ങളെ തന്നെ ശക്തരാക്കി ദൈവമേ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പച്ച. വാഗ്ദത്തങ്ങളുടെ ദൈവം കർത്താവെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം നൽകി അവരെ 40 വർഷക്കാലം മരുഭൂമിയിൽ ദൈവമേ നടത്തി അവരെ എവിടെ എത്തിച്ചു, അനവധി യുദ്ധം ചെയ്ത് അവിടെ എത്തിയതുപോലെ ഈ ദിവസങ്ങളിലും കർത്താവെ ശത്രു ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ തടയുമ്പോൾ അവനോട് എതിർത്ത് നിന്ന് ജയിക്കുവാനുള്ള ബലം അവിടെ നിന്ന് നൽകണമേ. പ്രത്യേകിച്ച് കർത്താവെ ചില ജോലിയുടെ വിഷയങ്ങളിൽ, കർത്താവെ ദൈവമേ വിവാഹത്തിൻ്റെ വിഷയത്തിൽ, ഒരു ഭവനത്തിൻ്റെ പണിയുമായൊക്കെ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവമേ അത് തക്ക
സമയത്ത് നിറവേറ്റുവാൻ അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് ഞങ്ങൾക്കായി യുദ്ധം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനും ആകയാൽ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മഹത്വവും ആകയാൽ ശത്രുവിൻ്റെ സകല പ്രതികൂലങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പാരമ്പര്യ ശാപങ്ങളെ അവിടെ നിന്ന് അഴിക്കണമേ കർത്താവേ. ദൈവമേ നന്മകളെ തടഞ്ഞ് വ്യാപരിക്കുന്ന എല്ലാ കാലതാമസങ്ങളെ ദൈവമേ അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയിലുള്ള എല്ലാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പച്ച. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനം ഒരു ആരാധനയുടെ ഭവനമായി മാറട്ടെ. രാവും പകലും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും ഉയരുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ശാരീരികമായും മാനസികമായും ക്ഷീണവും പ്രയാസവും ഇട്ട് ചില തിരക്കുകൾ കൊണ്ടിട്ട് ചില വ്യക്തികളെ എപ്പോഴും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ചില തിരക്കിൻ്റെ അല്ലെങ്കിൽ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി ദൈവത്തോടുള്ള ആ ബന്ധം ദൈവമേ സൂക്ഷിക്കുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഒക്കെ ശത്രു പലതും ഒരുക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ജയിപ്പാനുള്ള ബലം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ എല്ലാ കുറവുകളെ നികത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് തരുന്ന പച്ച ദൈവമേ. അസ്ഥി സംബന്ധമായിരിക്കുന്ന വേദനകൾ, നട്ടലിൻ്റെ പ്രയാസങ്ങൾ, ഡിസ്കംപ്ലൈൻറ്റുകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ ആണിപ്പാടേറ്റ കരം നീട്ടി അവിടെ നിന്ന് ദൈവമേ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. എല്ലാ ആർത്രൈറ്റിസ് കംപ്ലൈൻറ്റുകൾ കർത്താവെ, മുട്ടിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ദൈവമേ, ഫ്ലൂയിഡിൻ്റെ കുറവുകൾ, ഫ്ലൂയിഡ് ഇംബാലൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ അത് നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു. വൈറ്റമിൻ കുറവ് ദൈവമേ, HB കൗണ്ട് കുറവ്, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ പല വിധത്തിൽ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവമേ പലതും ആവശ്യമായിരിക്കുന്ന അളവിൽ കുറഞ്ഞായി ക്ഷീണത്തോടെയും ഭാരത്തോടെയും ഒക്കെ ആയിരിക്കുന്നവരെ ദൈവമേ, അത് മറ്റെന്തെങ്കിലും വലിയ രോഗമാണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരെ ജ്ഞാനത്തോടെ ഉണർന്ന് തങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കണ്ണിൻ്റെ കാഴ്ചക്കുറവുകളെ അവിടെ നിന്ന് പരിഹരിക്കണമേ. ചില ദൈവമേ കൊച്ചുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സംസാരിപ്പാൻ കഴിയാതെ ചെവിയുടെ കേൾവി കുറവുമായി നടക്കുവാനുള്ള ബലഹീനതകൾ ദൈവമേ, പഠിക്കുവാനുള്ള ചില ബുദ്ധിക്കുറവുകളൊക്കെ ആയിരിക്കുന്ന പ്രിയ മക്കളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ അപ്പച്ച. ഹല്ലേലൂയ. ഏകാന്തതകളിൽ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിൽ, ജീവിതത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോയവരെ എല്ലാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അങ്ങ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫംഗ്ഷനായി ദൈവമേ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനായി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനായി, ഞങ്ങളുടെ ഭരണകൂടത്തിനായി ദൈവമേ, PWD സെക്ഷനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഴിമതിയില്ലാത്ത ഏറ്റവും ജനത്തിന് അനുഗ്രഹപരമായിരിക്കുന്ന ഒരു ഭരണവും പ്രവർത്തനവും അവരിൽ നിന്നെല്ലാം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇലക്ഷനുകളൊക്കെ നടക്കുമ്പോൾ കർത്താവെ, ദൈവഹിതമുള്ള വ്യക്തികൾ ഭരണത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം കർത്താവെ. യാത്രകളിലായിരിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ, ഭവനത്തിൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്കും കുടുംബമായും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ അടുക്കാതെ വണ്ണം ദുഷ്ടമനുഷ്യരിൽ നിന്ന് ദൈവമേ, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ആപത്തുകൾ ഉണ്ടാകാതെ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ ഒന്നും ഉണ്ടാകാതെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ അവസാന നാളുകളിൽ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് കടന്നു പോകുമ്പോൾ, എരിഹോവിൽ കൂടി കടന്നു പോകുന്ന സമയം ഒരു വലിയ പുരുഷാരവുമായി കടന്നു പോകുമ്പോൾ ആരൊക്കെയോ അവിടെ പറഞ്ഞു, ആ നസ്രായനായിരിക്കുന്ന യേശു കടന്നു പോകുന്നു. അപ്പോൾ കണ്ണ് കാണാൻ പാടില്ലാതിരുന്ന ഒരു കുരുടനായിരുന്ന മനുഷ്യൻ ഭർത്യമായി അത് കേട്ടു. അവന് കാണാൻ പാടില്ലായിരുന്നു, പക്ഷേ അനേകരുടെ കാൽപെരുമാറ്റവും ഈ വിളിച്ചു പറയുന്ന ശബ്ദവും ഒക്കെ അവൻ കേട്ടിട്ട് അവൻ അതിനേക്കാളും ഉറക്കെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. മറ്റു പലരും അവനെ തടഞ്ഞു, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. കാരണം പുരുഷാരത്തിന് ആ കർത്താവിൻ്റെ അടുക്കലേക്ക്, ആ കണ്ണ് കാണാൻ പാടില്ലാത്തവൻ്റെ അടുക്കലേക്ക് കർത്താവ് വരുമെന്നോ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതോ ഒന്നും അവർക്ക് പ്രയാസമായതുകൊണ്ട് അവനെ തടഞ്ഞു. പക്ഷേ കർത്താവ് അവൻ്റെ നിലവിളി കേട്ടോ അവൻ്റെ അടുക്കൽ വന്നു. അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ പറയുമ്പോൾ കർത്താവ് അവനോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞ് അവനോട് പറയുമ്പോൾ അവൻ തൽക്ഷണം കാഴ്ച പ്രാപിക്കുകയും അവിടെ എഴുതിയിരിക്കുന്നവൻ്റെ പുതപ്പ് വിട്ടെറിഞ്ഞ് അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തിയെന്ന്. ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത വ്യക്തിക്ക് അവൻ പുതച്ചിരിക്കുന്ന പുതപ്പെന്ന് പറഞ്ഞാൽ ആ ദൈവാലയത്തിൽ നിന്ന് അവന് ഭിക്ഷ യാചിക്കുവാനുള്ളൊരു ലൈസൻസ് പോലെയാകുന്നു. ഹല്ലേലൂയ. അതുണ്ടെങ്കിൽ മാത്രമേ അവന് ഭിക്ഷ യാചിക്കുവാൻ പറ്റുകയുള്ളൂ. പക്ഷേ വിശ്വാസത്താൽ യേശു ക്രിസ്തു അവൻ്റെ കണ്ണിനെ തൊട്ടു.
ഇനി ഒരിക്കലും അവൻ കുരുടനല്ല, അവൻ തെരുവിലിരുന്ന് യാചിക്കേണ്ടുന്നവനല്ല എന്ന് പറഞ്ഞ് അവൻ ആ ഭിക്ഷ യാചിക്കുന്നതിന് അടയാളമായിരുന്ന പുതപ്പ് വിട്ട് അവൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പലരും നിങ്ങളെ കർത്താവിൽ നിന്നൊരു വിടുതലിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം തടസ്സപ്പെടുത്തിയാലും ആ ഭർത്തിമായി വിളിച്ചതുപോലെ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. മറ്റനേകർക്ക് ലഭിക്കാത്ത വെളിപ്പാട്. ദാവീദ് യേശുവിനേക്കാൾ മുന്നമേ വന്നൊരു രാജാവായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ സന്തതിയായി ജനിക്കേണ്ടത് മിശിഹ യേശുവാണെന്ന് മനസ്സിലാക്കി അവൻ്റെ പുറം കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് ലോകരക്ഷിതാവായി വന്ന യേശുവിനെ തിരിച്ചറിയുവാനും അവനോട് നിലവിളിച്ചാൽ തൻ്റെ വിഷയത്തിന് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കുവാനും തിരിച്ചറിഞ്ഞ് ആ കണ്ണ് കാണാൻ പാടില്ലാത്ത മനുഷ്യൻ നിലവിളിക്കുകയും അവൻ കാഴ്ച പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ചിലപ്പോൾ കാഴ്ചയുണ്ടായിരിക്കാം, പക്ഷേ മറ്റനേക നന്മകൾ നാം കാണാതെ, നാം തടഞ്ഞ് കൂരിരുട്ടിൽ എന്നതുപോലെ മുന്നിലേക്ക് പോകുവാൻ കഴിയാതെ ആരൊക്കെയോ നമ്മെ ഒതുക്കി എവിടെയൊക്കെയോ ഇരുത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ നിലവിളിക്കുക. കർത്താവ് നിശ്ചയമായി നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ അടുക്കൽ വന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച് ഹല്ലേലൂയ നമ്മെ ആ വിഷയത്തിൽ ഒരു പരിഹാരം തന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ സഹായിക്കുക തന്നെ ചെയ്യും. കാരണം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല, ആരുടെ ഹൃദയവുമില്ല. മനുഷ്യന് നാം എത്ര മറഞ്ഞിരുന്നാലും കർത്താവിൻ്റെ മുമ്പിൽ സകലതും നഗ്നവുമായി കിടക്കിയാൽ നിങ്ങളുടെ സകല വിഷയങ്ങളെയും അറിഞ്ഞ് നിശ്ചയമായും കർത്താവ് ഈ ദിവസങ്ങളിൽ പരിഹാരം നൽകുക തന്നെ ചെയ്യും. ആമേൻ. ആമേൻ.